ബാക്ക് ടു ടേൺ ടു ലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള NTSE 2020-21 വർഷത്തിലെ സാറ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്റ്റേജ് 1 സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ആൻസർ കീ വിത്ത് സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നത് ഇനി അടുത്ത വർഷത്തേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. നേരിട്ട് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ പാർട്ട് അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക. 11ാമത്തെ ക്വസ്റ്റ്യനാണ്. 11 മുതൽ 20 വരെ ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ഐഡൻറ്റിഫൈ ദ 14th പോയിൻ്റ് ഓഫ് ദി 14 പോയിൻറ്റ്സ് ഓഫ് വുഡ്രോ വിൽസൺ. 14 പോയിൻ്റുകൾ വുഡ്രോ വിൽസൻ്റെ 14 പോയിൻറ്റിൽ 14ാമത്തെ പോയിൻറ്റ്സ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വുഡ്രോ വിൽസൺ മുന്നോട്ട് വച്ചിട്ടുള്ള തത്വങ്ങളാണ് ഈ 14 പോയിൻറ്റ്സിലുള്ളത്. ലോകം 20ാം നൂറ്റാണ്ടിൽ എന്നുള്ള 10ാം ക്ലാസ്സിലെ SCERT പുസ്തകത്തിലൊക്കെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിവിഷൻ ഓഫ് ജർമ്മനി, ഡിസാർമെൻറ്റ് ഓഫ് ഇറ്റലി, ക്രിയേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ, ഡിവിഷൻ ഓഫ് ഓസ്ട്രിയ എന്ന് ഇതാണോ ഇതുള്ളത്. ഡിവിഷൻ ഓഫ് ജർമ്മനിയെ വിഭജിക്കുക എന്നുള്ളത്. ഡിസാർമെൻറ്റ് ഓഫ് ഇറ്റലിയെ എന്ത് ചെയ്യുക, നിരായുധീകരണം. അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ എന്നുള്ള രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ രൂപീകരണം. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ഓസ്ട്രിയ. ഇതൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. 3ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, ക്രിയേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം. 14 പോയിൻറ്റ്സ് ഓഫ് US പ്രസിഡൻറ്റ് വുഡ്രോ വിൽസൺസ് വാസ് പ്രപ്പോസൽ ഫോർ എ പോസ്റ്റ് വാർ പീസ് സെറ്റിൽമെൻറ്റ്സ്. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സമാധാനത്തിൻ്റെ ഒരു സെറ്റിൽമെൻറ്റായിട്ട് മുന്നോട്ട് വച്ചിക്കപ്പെട്ട പ്രപ്പോസലാണ് 14 പോയിൻറ്റ്സ്. US പ്രസിഡൻ്റായിട്ടുള്ള വുഡ്രോ വിൽസൺ മുന്നോട്ട് വച്ചിട്ടുള്ളതാണ്. ഇറ്റ് വാസ് ഔട്ട്ലൈൻ ഫോർ എ പീസ് നെഗോസിയേഷൻ ടു എൻഡ് വേൾഡ് വാർ ഫസ്റ്റ്. ഇത് മുന്നോട്ട് വച്ചിട്ടുള്ളത് സമാധാന ചർച്ചകളാണ്. ടു എൻഡ് വേൾഡ് വാർ ഫസ്റ്റ്, 1ാം ലോക മഹായുദ്ധം നമുക്കറിയാം 1914 മുതൽ 18 വരെ നടന്നത്. വുഡ്രോ വിൽസൺ 14th point suggested the formation of General Association of Nations that is called League of Nations എന്നുള്ള ഇന്ന് കാണുന്ന യുണൈറ്റഡ് നേഷൻസിനെ പോലെ തന്നെ, അതായത് UNO പോലെ തന്നെ അന്ന് രൂപീകരിക്കപ്പെട്ട അതാണ് 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ടതാണ് ലീഗ് ഓഫ് നേഷൻ എന്നുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഇൻകം ഓഫ് കേരള ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹരിയാന, but Haryana's social indices are below than the Kerala. This can be reasoned the fact. നമുക്കറിയാം ആവറേജ് ഇൻകം ഓഫ് കേരള ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹരിയാന. കേരളത്തിലെ ആവറേജ് ഇൻകം ഹരിയാനയേക്കാളും താഴെയാണ്. ബട്ട് ഹരിയാന സോഷ്യൽ പക്ഷേ അവിടെ വരുമാനം കൂടുതലാണെന്ന് അവിടുത്തെ സോഷ്യൽ ഇൻഡിക്കേറ്ററൊക്കെ കേരളത്തേക്കാൾ താഴെയാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? കേരള എംപ്ലോയ് മോർ ദാൻ ഓർഗനൈസ്ഡ് സെക്ടർ, തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ. 2, ഫോറിൻ റെമിറ്റൻസ് കേരള ഈസ് ഹയർ, അത് ശരിയാണ്, പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരമല്ല. പ്രൈവറ്റ് കൺസംഷൻ ഗുഡ്സ് ആർ ചീപ്പർ ഇൻ കേരള, തെറ്റായിട്ടുള്ളതാണ്. ദെൻ 4ാമതാണ്, കളക്റ്റീവ് ഗുഡ്സ് ആർ ചീപ്പർ ഇൻ കേരള എന്നുള്ളതാണ്. കളക്റ്റീവ് ഗുഡ്സ് എന്താണ്? കളക്റ്റീവ് ഗുഡ്സ് നമുക്ക് നോക്കാം. ഓൾ ദ ആവറേജ് ഇൻകം ഓഫ് കേരള ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹരിയാന. ഹരിയാനയേക്കാളും കുറവാണെങ്കിലും ദ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ബിലോ ദാൻ ദ ഫോർമർ. അതായത് ഹരിയാനയേക്കാളും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് സാമൂഹ്യപരമായിട്ടുള്ള ആ ഉന്നതി, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ മുൻപന്തിയിലാണ് എന്നുള്ള പറയുന്നത്. ദിസ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ദാറ്റ് കളക്റ്റീവ് ഗുഡ്സ് ആർ ചീപ്പ് ഇൻ കേരള. കളക്റ്റീവ് ഗുഡ്സ് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ ഹെൽത്ത് ചീപ്പാണ്, എഡ്യൂക്കേഷൻ ചീപ്പാണ്, അഥവാ ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ അവൈലബിൾ ആണ് എന്നുള്ളത്. കളക്റ്റീവ് ഗുഡ്സ് ആൾസോ നോൺ ആസ് പബ്ലിക് ഗുഡ്സ്, അതായത് പബ്ലിക് ഗുഡ്സ് കംപ്രൈസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതർ പബ്ലിക് സർവീസ്. അവൈലബിലിറ്റി കളക്റ്റീവ് ഗുഡ്സ് ഹെൽപ്പ് ഇംപ്രൂവ് ദ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഉന്നതിയിലേക്ക് എത്തുന്നതിന് കളക്റ്റീവ് ഗുഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ 13ാമത്തെ ചോദ്യം ജിയോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്നുള്ള പാഠവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടോട്ടൽ 10ാം ക്ലാസ്സിലുള്ളതാണ്. ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ ഈസ് 13ാമത്താണ്. Then
ഓപ്ഷൻ 1 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. നമുക്ക് നോക്കാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ മെയിൻ ലാൻഡ് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ് കന്യാകുമാരി ടു കാശ്മീർ, അല്ലോ കന്യാകുമാരി ടു കാശ്മീർ ഇൻ ദി നോർത്ത്, കാശ്മീർ ഇൻ ദി നോർത്ത് ടു കന്യാകുമാരി ഇൻ ദി സൗത്ത്. നമുക്കറിയാം ഇന്ത്യ അല്ലേ, കാശ്മീർ മുതൽ ഇങ്ങ് സൗത്ത് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുകയാണ്, നോർത്ത് ടു സൗത്ത്. അതുപോലെ തന്നെ അരുണാചൽ ടു ഈസ്റ്റ് അരുണാചലും അതുപോലെ തന്നെ വെസ്റ്റ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ് വിത്ത് ഇറ്റ്സ് ഏരിയ ഓഫ് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. അതായത് ലോകത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ്. 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ ഭൂവിസ്തൃതി എന്നുള്ളത്. ഓക്കെ, അടുത്തുള്ള ഇതിലേക്ക് 14ാമത്തെ ചോദ്യം. ദ ടിപ്പിക്കൽ സോയിൽ ടൈപ്പ് ഫൗണ്ട് ഇൻ ദ ഡെക്കാൻ ട്രാപ്പ് റീജിയൻ. ഡെക്കാൻ ട്രാപ്പ് റീജിയനിൽ ഡെക്കാൻ പീഠഭൂമി അല്ലേ, ആ ഭാഗത്ത് കാണുന്ന പ്രധാനപ്പെട്ട സോയിൽ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് 14ാമത്തത് ബ്ലാക്ക് സോയിലാണ്. നമുക്കറിയാം ബ്ലാക്ക് സോയിലിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് സോയിൽ എന്താണെന്ന് നോക്കാം. ദ ഡെക്കാൻ ട്രാപ്പ് റീജിയൻ വിച്ച് കവേഴ്സ് ദ പാർട്ട്. നമുക്കറിയാം ഏതൊക്കെയാണ് ഡെക്കാൻ ട്രാപ്പിൽ പെടുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ സം പോർഷൻസ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, സം പോർഷൻ ഓഫ് തമിഴ്നാട് ഹാസ് ബ്ലാക്ക് സോയിൽ. അവിടെ ഉണ്ടായിട്ട് പ്രധാനം കണ്ടുവരുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഓക്കെ, ദ സോയിൽസ് ആർ ആൾസോ നോൺ ആസ് റിഗറസ് സോയിൽ, അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ്. പരുത്തി കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണായതുകൊണ്ടാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് B.R. അംബേദ്കർ കൺസിഡേർഡ് ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കുള്ള മൗലിക അവകാശങ്ങളിൽ B.R. അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെട്ടത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യപ്പെട്ടത് ഏത് മൗലിക അവകാശത്തെയാണ്? നമ്മുടെ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 32 ആയിട്ടുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ഡോക്ടർ അംബേദ്കർ വിളിക്കപ്പെട്ടുള്ളത്. The Article 32 of Indian Constitution provide right to constitutional remedies. Ambedkar termed this right as the heart and soul of the Indian Constitution. 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ആർട്ടിക്കിൾ 32. അംബേദ്കർ ഇതിനെ ടേം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഓക്കെ, ഇറ്റ് ഹൈലൈറ്റ്സ് ദ പ്രൊവിഷൻ സിഗ്നിഫിക്കൻസ് വിച്ച് മോർ ഡിക്ലറേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിത്തൗട്ട് ഗ്യാരണ്ടീഡ് റെമഡിയൽ റൈറ്റ് ടു എൻഫോഴ്സ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വുഡ് ഹാവ് ബീൻ മീനിങ്ലെസ്. പറയുന്നത് നമുക്കിടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ അത് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യുന്നതിന്, അത് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 32 ഇല്ലാതെ ബാക്കി മൗലിക അവകാശങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത്. ഇറ്റ് അലോസ് ദ പീപ്പിൾ ടു റൈറ്റ് ടു അപ്രോച്ച് ദി സുപ്രീം കോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതിയിലെയും റിട്ട് ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. നമുക്ക് 5 റിട്ടുകളുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്ന 5 റിട്ടുകളുണ്ട്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ പറയുന്നതാണ്. ഓക്കെ, 16ാമത്തെ ചോദ്യം. സം ഇവൻറ്റ്സ് ഹാപ്പൻഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലോകം 20ാം നൂറ്റാണ്ടിൽ എന്നുള്ള CRT പുസ്തകത്തിൽ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ള പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വേൾഡ് വാർ ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. കാലഗണനാക്രമത്തിൽ എഴുതാനാണ്. അറ്റാക്ക് ഓൺ ദ പേൾ ഹാർബർ, D-Day, ദ മ്യൂണിച്ച് പാക്ട്, ദ സോവിയറ്റ് ജർമ്മൻ നോൺ അഗ്രഷൻ പാക്ട്. അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ എന്നുള്ളതാണ് 16ാമത്തെ ചോദ്യം. 16ാമത്തെ 2 ഓപ്ഷൻ 2. അതായത് നമുക്ക് നോക്കാം ഇതിൻ്റെ കറക്റ്റ് കാലങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് മ്യൂണിച്ച് ഉടമ്പടിയാണ്. മ്യൂണിച്ച് ഉടമ്പടി 30 സെപ്റ്റംബർ 1938 ദെൻ
സോവിയറ്റ് ജർമ്മൻ നോൺ അഗ്രഷൻ പാക്ട് ഉടമ്പടി, അതായത് സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ ഒരു തമ്മിലും പരസ്പരം പോരടിക്കില്ല എന്നുള്ള ഒരു ഉടമ്പടിയിൽ വെച്ചത് 23 ഓഗസ്റ്റ് 1939 ആണ്. പേൾ ഹാർബർ ആക്രമണം 7th ഡിസംബർ 1941 ആണ്. ഡേ എന്നുള്ളത് 6th ജൂൺ 1944 ആണ്. ഓക്കെ, 10ാം ക്ലാസ്സിലെ ലോകം 20ാം നൂറ്റാണ്ടിൽ നിന്നുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ദെൻ ഹൂ വെർ ദ ദംഗാസ്. ഓക്കെ, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താ നോക്കുക. ഓപ്ഷൻ 2 ആണ് ആൻസർ. പാസ്റ്ററൽ കമ്മ്യൂണിറ്റി ഓഫ് മഹാരാഷ്ട്ര ആണ്. പാസ്റ്ററൽ കമ്മ്യൂണിറ്റി ഓഫ് മഹാരാഷ്ട്ര ആണ് ദംഗാറാസ് എന്ന് പറയുന്നത്. ദംഗാറാസ് ആസ് ദ പാസ്റ്ററൽ കമ്മ്യൂണിറ്റി ഓഫ് മഹാരാഷ്ട്ര who live mostly western Maharashtra and Marathwada. The population estimated to be around 1 crore or about 9% of മഹാരാഷ്ട്ര പോപ്പുലേഷൻ. മഹാരാഷ്ട്രയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 9% ദംഗാറാസാണ്. ഈ പാസ്റ്ററൽ കമ്മ്യൂണിറ്റിയാണ്. ആടുകളെയും മറ്റുമൊക്കെ മേയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പാസ്റ്ററൽ കമ്മ്യൂണിറ്റി എന്നുള്ളത്. ദെൻ 18ാമത് നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന ഡെപ്റ്റ് ട്രാപ്പാണ്. കടക്കെണി എന്നാൽ എന്താണെന്നുള്ളതാണ്. അതിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട് ഉത്തരമായിട്ടുള്ള. ക്രെഡിറ്റ് പുഷ് എ പേഴ്സൺ ടു ദ സിറ്റുവേഷൻ ഇൻ വിച്ച് റിക്കവറി നോട്ട് പോസിബിൾ. അതായത് കടം ഒരാളെ തിരിച്ച് എന്ത് ചെയ്യാം, തിരികെ സിറ്റുവേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ തള്ളപ്പെടുന്നതാണ്. ദ ലോൺ ഈസ് ടേക്കൺ ഫ്രം വില്ലേജ് മണി ലെൻഡേഴ്സ് അറ്റ് എക്സോർബിറ്റൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വലിയ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുക്കുന്നതിനെയാണ്. ദ ഏണിംഗ് ആർ നോട്ട് ഇനഫ് ടു കവർ ദ റീപേയ്മെൻറ്റ്. നമ്മുടെ സമ്പാദ്യം ഒരിക്കലും നമ്മളെടുത്തിട്ടുള്ള ലോണിൻ്റെ റീപേയ്മെൻറ്റിനെ പോലും സാധിക്കാതെ വരുന്നത്. ദെൻ 4th ഓപ്ഷൻ, ഇറ്റ് ഹാപ്പൻ ഡ്യൂ ടു ഹെവി ക്രോപ്പ് ഫെയിലിയർ ഇൻ ദി കറൻറ്റ് ഇയേഴ്സ്. ഓരോ വർഷത്തിലും ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ കർഷകർ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ പെടുന്നതാണ് എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. ഇതിൻ്റെ എ ആൻഡ് ഡി ആണ്. കർഷകർ കടക്കണിയിലാകുക എന്നുള്ളത്. അതായത് ക്രെഡിറ്റ് പുഷസ് എ പേഴ്സൺ, കടം ഒരാളെ തള്ളുന്നു അല്ലേ. പേഴ്സൺ ഓഫ് ദി സിറ്റുവേഷൻ ഇൻ വിച്ച് റിക്കവറി ഈസ് നോട്ട് പോസിബിൾ. ഒരിക്കലും അത് തിരിച്ചടക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് തിരിച്ച് അതിൽ നിന്ന് മോചിതനാവാത്തതും. അതുപോലെ തന്നെ ഇറ്റ് ഹാപ്പൻസ്, പ്രധാനമായിട്ടും കർഷകരാണ് കടക്കണിയിൽ പെടുന്നത്. ഇറ്റ് ഹാപ്പൻ ഡ്യൂ ടു ഹെവി ക്രോപ്പ് ഫെയിലിയർ. കൃഷിനാശങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് അവരെടുത്തിട്ടുള്ള ലോണും മറ്റൊന്നും റീപേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നതാണ് അതുള്ളത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഡെപ്റ്റ് ട്രാപ്പ് ഈസ് എ സിറ്റുവേഷൻ വിച്ച് ദ borrower is struck in a cycle of borrowing and re-borrowing extent which where recovery is not possible. അതായത് കടം വാങ്ങിക്കൊണ്ടിരിക്കുക, അതൊരു സൈക്ലിക്കൽ പ്രോസസ്സായിട്ട് നടക്കുക. വാങ്ങൽ മാത്രമേ നടക്കുന്നുള്ളൂ, റീപേയ്മെൻ്റ് ഒന്നും നടക്കാതെ വരുന്നതാണ്. ഓക്കെ, ദിസ് ബിക്കോസ് ഇസ് ഏണിംഗ് ആർ നോട്ട് സഫിഷ്യൻറ്റ് റീപേ ദ ഡെപ്റ്റ് ഹി ചൂസസ് റീബോ എൻഡർ ട്രാപ്പ്. ഓക്കെ, എ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 18ാമത്തെ ആൻസർ ബി ജി ആണ്. ഓക്കെ, എ ആൻഡ് സി ആണ്. ഏണിങ്സ് നോട്ട് ഇനഫ് കവർ ദ റീപേയ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ആൻസറുകൾ വായിച്ച സമയത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്. എ ഡെപ്റ്റ് ട്രാപ്പ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ബോറോവർ ഈസ് സ്ട്രക്ക് ഇൻ എ സൈക്കിൾ ഓഫ് ബോറോവിങ്. വീണ്ടും വാങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് 3ാമത്തെ ഓപ്ഷൻ. ആൻഡ് റീബോറോവിങ് ടു എക്സ്റ്റെൻഡ് വേർ റിക്കവറി ഈസ് നോട്ട് പോസിബിൾ. അയാളുടെ ഏണിങ്സ് ഒരിക്കലും അയാളുടെ റീപേയ്മെൻറ്റിന് ഒരിക്കലും തികയാതെ വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എയും സിയുമാണ് ഓപ്ഷനായിട്ട് വരുന്നത്. എയും സി ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 19ാമത്തത്, വിച്ച് ഓഫ് എമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഹോട്ട് വെതർ സീസൺ ഇൻ ഇന്ത്യ എന്നുള്ള. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻ ആയിട്ടുള്ളത് ഇതിൽ ഈ ലൂവും അതുപോലെ തന്നെ മാംഗോ ഷവറൊക്കെ ഹോട്ട് വെതർ സീസണിൻ്റെ ക്യാരക്ടറാണ്. ലൂ, മാംഗോ ഷവറും കലാബ് ഷാഗിയും ഇതൊക്കെ
കൽബായ് ഷാഗിയൊക്കെ എന്തിൻ്റെ പെടുന്നതാണ്? ഹോട്ട് വെതർ സീസണിൻ്റെ ഇതാണ്. ഇൻഫ്ലോ ഓഫ് ടെമ്പറേച്ചർ സൈക്ലോണാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഹോട്ട് വെതർ സീസൺ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലൂ, എ സ്ട്രോങ് ഗസ്റ്റി ഹോട്ട് ഡ്രൈ വിൻഡ്സ് ബ്ലോയിങ് ഡേ ഓവർ ദി നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. നോർത്ത് വെസ്റ്റേൺ ലൂ ആയിട്ടും ലോക്കലൈസ്ഡ് തണ്ടർസ്റ്റോം അസോസിയേറ്റഡ് വയലൻറ്റ് വിൻഡ് ടൊറൻഷ്യൽ ഡൗൺപോർ ഓഫൺ അക്കമ്പനിഡ് ഹെയിൽ ദ എ കോമൺ. In West Bengal, the storms are known as Kal Baishagi. By the end of the hot weather season, pre-monsoon shower commonly, especially Kerala and Karnataka. Okay. It help ripening mangoes, thus referred as mango. ഈ മൂന്നും, അതായത് ലൂവും അതുപോലെ തന്നെ കാൽ ബൈശാഖിയും അതുപോലെ തന്നെ മാംഗോ ഷവറൊക്കെ ഏതിൽ പെട്ടത്? ഹോട്ട് വെതർ സീസണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ അതിൻ്റെ ഒരു ഇതിൽ പെട്ടതാണ് എന്നുള്ളത്. ലാസ്റ്റ്, ഐഡൻറ്റിഫൈ ദ ക്യാപിറ്റൽ ഓഫ് അബ്ബാസിയ. Then Baghdad is the capital of Abbasiya. Okay, medieval world history എന്നാണ് Abbasid, where the two great dynasties, Muslim empire of the Caliphate, അവർ ഉമയ്യ എന്നെ ഭരണത്തിൽ നിന്ന് 750 ക്രിസ്ത്യൻ എറ 750 നിന്ന് മാറ്റി. അവരാണ് ഡമാസ്കസിൽ നിന്ന് ബഗ്ദാദിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പാർട്ട്. വീഡിയോ 20 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അടുത്ത 10 ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഈ വർഷം പരീക്ഷ എഴുതുന്നവർക്കുള്ള ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീ NTSC ഗ്രൂപ്പിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻറ്റിലുണ്ടാകും. താങ്ക് യു.